കളം കാവൽ ഇതൊരു കാറ്റ് ആൻഡ് മൗസ് ത്രില്ലർ സിനിമയാണ്. പെർഫോമൻസസ്. ഈ സിനിമയിൽ ഒരു കോട്ടുണ്ട്, ദ വെനം ബിനീത്ത് കാൺ ബി സപ്രസ് ഫോർ എവർ. ഈ ഒരു വെനമാണ് ഇതിലെ മമ്മൂട്ടിയുടെ ക്യാരക്ടർ. ആ ഒരു വെനമസ് ക്യാരക്ടർ മമ്മൂട്ടി കീടിലിനായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ഇതിലെ മമ്മൂട്ടിയുടെ ആ ഒരു പെർഫോമൻസ് ആണ് സിനിമയുടെ വൺ ഓഫ് ദ മെയിൻ ഹൈലൈറ്റ്. ഓരോ ഫേഷ്യൽ എക്സ്പ്രഷൻസും, മൈന്യൂട്ടായ കുറെ ഡീറ്റെയിലിങ്ങും, അതേപോലെ തന്നെ ബിഹേവിയറും ആക്ഷൻസും ഈ സിനിമയെ നല്ല രീതിയിൽ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. വിനായകൻ, ഈ ഒരു ഷെയ്ഡ് ഓഫ് വിനായകനെ ഇടയ്ക്ക് നമുക്ക് സിനിമയിൽ കാണാൻ പറ്റാറുള്ളൂ. ഈ അടുത്ത് നവ്യ നായർ ഒരു സിനിമയിൽ കണ്ടായിരുന്നു. അതേപോലെ അത് വളരെ മെച്യൂർഡ് തന്നെ വിനായകൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു വിനായകൻ ഈ റോള് കണ്ടിരിക്കാൻ തന്നെ. ഇവർ രണ്ടുപേരുമാണ് ഈ സിനിമയുടെ മെയിൻ കഥാപാത്രങ്ങൾ. പിന്നെ ബാക്കിയുള്ളത് 22 സ്ത്രീകളാണ്. അതിനകത്ത് ശ്രുതി രാമചന്ദ്രനും രജീഷ വിജയനുമാണ് കൂടുതൽ ഇമോഷണൽ വെയിറ്റ് കൊടുത്തിരിക്കുന്നത്. അവർ രണ്ടുപേരും വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടവർക്ക് അറിയാം എന്താണ് ഈ സിനിമയുടെ കഥയെന്ന്. ഇതൊരു കാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ് ബിറ്റ്വീൻ എ സ്മാർട്ട് കോപ്പ് ആൻഡ് എ സൈക്കോ സീരിയൽ കില്ലർ. അത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് ജിതിൻ കെ ജോസ് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. മുജീബ് മജീദിന്റെ മ്യൂസിക് ഈ സിനിമയെ ഒരുപാട് നിമിഷങ്ങളിൽ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി ആ ഒരു ഡാർക്ക് അറ്റ്മോസ്ഫിയർ നന്നായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി റിയലിസ്റ്റിക് അപ്രോച്ചാണ് ക്യാമറ വൈസ് ഈ സിനിമയിൽ നടത്തിയിരിക്കുന്നത്. വലിയ ക്യാമറ ഗെയിമിക്സ് ഒന്നുമില്ല, വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ക്യാമറ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. എഡിറ്റിങ്ങും നല്ല നീറ്റായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ച് ലോങ് ആയിട്ട് തോന്നിയെങ്കിൽ പോലും എഡിറ്റിംഗ് അത്യാവശ്യം സീംലെസ് വർക്കാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കളർ ഗ്രേഡിങ്ങും നന്നായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഡീസന്റ് എന്ന്. ഈ സിനിമയുടെ ഡീസന്റ് എന്നേ പറയാനുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഇൻട്രോ സീക്വൻസ് കൊള്ളാം. ആ ഒരു ഹൊറിഫൈങ് ആ ഒരു സംഭവം നമുക്ക് കിട്ടും. അതേപോലെ ഇന്റർവെൽ പഞ്ച് കൊള്ളാം. ആ ഇന്റർവെൽ പഞ്ച് കണ്ടാൽ നമുക്ക് ശരിക്കും പറയാം സെക്കൻഡ് ഹാഫ് നമ്മൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് നമ്മൾ കാത്തിരിക്കും. അതേപോലെ സിനിമയുടെ ക്ലൈമാക്സ് റിവീലും കൊള്ളാം. അതല്ലാണ്ട് ഈ 2 മണിക്കൂർ 22 മിനിറ്റ് സിനിമയിൽ ഭയങ്കര നോർമൽ, ഭയങ്കര ഡീസൻ്റ് ആയിട്ടാണ് കഥ പറഞ്ഞു പോയിരിക്കുന്നത്. ഒട്ടും എക്സൈറ്റിങ്ങും അല്ല, അതേപോലെ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്തിരുത്തുള്ള സംഭവങ്ങളൊന്നും ഈ പടത്തിലില്ല. ഈ സിനിമയുടെ ക്ലൈമാക്സ് റിവീൽ പോലും ആ ഒരു ചേഞ്ച് വരുത്തിയില്ലായിരുന്നെങ്കിൽ ഈ സിനിമ ഭയങ്കര ആവറേജായി മാറിയേനെ. ആ ഒരു ക്ലൈമാക്സിലുള്ള ചെറിയൊരു വ്യത്യാസമാണ് നമ്മുടെ ഉള്ളിൽ ആ ഉഷാർ കയറ്റി വരുന്നത്. സോ കളങ്കാവൽ ഒരു ഡീസന്റ് കാറ്റ് ആൻഡ് മൗസ് ത്രില്ലറായിട്ടാണ് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടത്. മമ്മൂട്ടിയുടെ കിഡിലൻ വെനമസ് പെർഫോമൻസിനും ഈ സിനിമയുടെ മ്യൂസിക്കിനും ടെക്നിക്കൽ ക്രൂവിന് വേണ്ടി ഈ പടം തിയേറ്ററിൽ പോയി കാണാവുന്നതാണ്. കണ്ടിട്ട് അഭിപ്രായം പറയുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അബി റിവീൽസ് ഫോർ മോർ റിവ്യൂസ്.